നമസ്കാരം. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ ഇപ്പൊ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. വിഷയം ഒറ്റ കാര്യം മാത്രമാണ്. മോദിയെ അധികാരത്തിൽ നിന്ന് ഇറക്കുന്നതിനായിട്ട് ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ വിധി എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രസ്താവനയാണ്. മറ്റൊരു കാര്യം, ജൂൺ 4-ന് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്നുള്ളത്. അപ്പോ ഈ ഒരു പ്രസ്താവന നമ്മുടെ മല്ലികാർജുൻ ഖാർഗെ നടത്തുന്ന സമയത്ത് രാജ്യത്തുള്ള ഏതൊരു കോൺഗ്രസ് പ്രവർത്തകരും ഇതൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. BJP-കാർക്കോ അല്ലെങ്കിൽ സാധാരണ രാജ്യത്തെ ജനങ്ങൾക്കും അറിയാം എന്താണ് ജൂൺ 4-ന് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന്. ഒരു സംശയം വേണ്ട, അത് മോദി തന്നെ അധികാരത്തിലെത്തുമെന്നറിയാം. പക്ഷെ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസ്താവനയെ സംബന്ധിച്ചൊരു അത്ഭുതകരമായിട്ട് കാണുമെന്ന് പറഞ്ഞത്, എവിടെയാണ് കോൺഗ്രസിന് ഈ രാജ്യത്ത് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുക എന്നുള്ളത്. കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള തെലങ്കാനയും കർണാടകയുമാണ് ഇവര് നോക്കിക്കാണുന്നതെങ്കിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലുമായിട്ട് ഏകദേശമുള്ളത് 40-ൽ താഴെ സീറ്റുകൾ മാത്രമാണ്. അപ്പൊ ഈ 40-ൽ താഴെയുള്ള സീറ്റുകൾ അധികാരത്തിലേക്ക് എത്താനായിട്ട് ഇതിൽ എത്ര സീറ്റുകൾ പിടിച്ചെടുക്കാം കോൺഗ്രസിന് എന്നുള്ളത്, അത് BJP-ക്ക് ചിലപ്പോൾ കുറച്ച് സീറ്റുകൾ കർണാടകയിൽ കുറയാനുള്ള സാധ്യതയുണ്ട്. 25 സീറ്റുകളായിരുന്നു കഴിഞ്ഞ വട്ടം കിട്ടിയതെങ്കിൽ ഇത്തവണ അതൊരു ചിലപ്പോൾ ഇത് 20 ആകാം, 22 ആകാം. 20-ൽ താഴെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ബാക്കിയുള്ള സീറ്റുകളായിരിക്കാം ഈ ഇന്ത്യ സഖ്യത്തിന് അവിടെ കിട്ടുക, കോൺഗ്രസിന് കിട്ടുക. കൂട്ടത്തിൽ പിന്നെ തെലങ്കാനയിൽ BJP-യുടെ നിലവിലെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ അവിടെ വലിയ മുന്നേറ്റമാണ്. കഴിഞ്ഞ വട്ടത്തെ 4 സീറ്റുകൾ എന്നുള്ളത് ചരിത്രമായിരുന്നു. ആ ചരിത്രത്തിനെ പിന്നീട് കൂടി ഒരിക്കൽ കൂടി ഒരു ചരിത്രം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടമാണ് തെലങ്കാനയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു അത്ഭുതകരമായിട്ടുള്ള പ്രസ്താവന ഇതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയത്, ഞങ്ങൾ അധികാരത്തിൽ എത്താൻ പോവുകയാണ്, അതിൽ ഉത്തർപ്രദേശിൽ മാത്രം ഞങ്ങൾ 28 സീറ്റുകളിൽ വിജയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേഠി സീറ്റിൽ മത്സരിക്കാതെ മറ്റൊരു സീറ്റിലേക്ക് പോയിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് നമ്മൾക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ഒരിക്കലും അത് നടക്കാൻ സാധിക്കുന്ന കാര്യമല്ല. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംഘടനാ സംവിധാനം, അവർക്ക് സീറ്റുകളുള്ള 19 സീറ്റുകളുള്ള കേരളത്തിൽ പോലും എന്താണ് സ്ഥിതി എന്നുള്ളത് നമ്മൾക്കറിയാം. തിരുവനന്തപുരം പോലെയുള്ള അല്ലെങ്കിൽ ഒരു ലോക നേതാവ്, ഒരു ഗ്ലോബൽ നേതാവ് എന്നൊക്കെ പറയുന്ന ശശി തരൂരിന് പോലും 270-ൽ താഴെ ബൂത്തിൽ ഇരിക്കാൻ പോലും ആളുകൾ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. BJP വലിയ രീതിയിൽ ഫോക്കസ് ചെയ്യുന്ന തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ 200-ന് മുകളിൽ സീറ്റുകളിലും ബൂത്തുകളിലും ഇതേ ഒരു സിറ്റുവേഷൻ തന്നെ, ബൂത്തിലിരിക്കാൻ ആളില്ല. അപ്പോ കോൺഗ്രസിന് അടിസ്ഥാനപരമായിട്ട് ഇവിടെ നിലയുറപ്പുള്ള അല്ലെങ്കിൽ അത്യാവശ്യം സംവിധാനങ്ങൾ ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു സംസ്ഥാനത്ത് പോലും, അല്ലെങ്കിൽ MLA-മാരും MP-മാരും ഉള്ള ഒരു സംസ്ഥാനത്ത് പോലും അവരുടെ സംഘടനാ വിലയിരുത്തൽ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം വളരെ മോശമായിട്ട് മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പോ ഉത്തർപ്രദേശ് പോലെ അവർക്ക് സീറ്റുകളുടെ എണ്ണം ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 80 സീറ്റിൽ 1 സീറ്റ് മാത്രം, റായ്ബറേലിയിൽ നിന്ന് സോണിയാഗാന്ധി വിജയിച്ചത് മാത്രമേ യഥാർത്ഥത്തിൽ അവിടെ അവർക്കൊരു സംവിധാനമുള്ളൂ. ആ ഒരു സീറ്റ് നിലനിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ചെയ്യുന്നുള്ളൂ. അതും ഇത്തവണ പ്രശ്നമാണ്. ആദ്യമായിട്ട് സോണിയാഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്ന സമയത്ത് 84% വോട്ടുകളാണ് നേടി അവിടെ വിജയിച്ചത്. അതിനുശേഷം അവിടെ അവര് മത്സരിക്കുന്ന സമയത്ത് അത് 68% ചുരുങ്ങി. കഴിഞ്ഞ വട്ടം അത് 55% ചുരുങ്ങി. 50%-ന് മുകളിലുണ്ട്. ശരി തന്നെയാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിലാണ് റായ്ബറേലിയിലെ കോൺഗ്രസിന്റെ വോട്ടിംഗ് ശതമാനം പോലും കുറഞ്ഞു പോരുന്നത്. അപ്പോ ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് അമേഠിയിൽ പരാജയപ്പെട്ട് അമേഠിയിലെ ജനങ്ങൾ പുറത്താക്കിയ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പോലും മത്സരിക്കുന്നത്. എങ്ങനെയായിരിക്കും അപ്പൊ ഇവര് അധികാരത്തിലെത്തുക? പിന്നെ ഇവർക്കൊരു പ്രതീക്ഷ വെച്ച് പുലർത്താൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയ്ക്ക് പുറമെ ഇന്ത്യ സഖ്യത്തിന് എവിടെയാണ് ഒരു വേരോട്ടമുള്ളത്? ബീഹാറിലാണോ, രാജസ്ഥാനിലാണോ, മധ്യപ്രദേശിലാണോ? നമ്മളൊന്ന് ഒരു ചെറിയൊരു കണക്ക് തന്നെ എടുത്ത് നോക്കാം. ഇപ്പൊ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, അതോടൊപ്പം ഈ നമ്മുടെ ഉത്തർപ്രദേശ്, ബീഹാർ, കർണാടക, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ടുള്ള പശ്ചിമ ബംഗാൾ, ഇവിടെയൊക്കെ എങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളത്. ഇപ്പോ സന്ദേശ് ഗാലി വിഷയത്തോടു കൂടി തന്നെ മമതാ ബാനർജിയുടെ ഏകദേശം പരിപ്പിളകിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ബംഗാളിൽ നിന്ന് പോലും വരുന്നത്. അപ്പോ ഇത്രക്ക് വലിയ നെഗറ്റീവ് പ്രചരണം ജനങ്ങളുടെ ഇടയിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു സ്വാധീനം ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ, അങ്ങനെ ഒരു അവസ്ഥയിൽ എവിടെ നിന്നാണ് ഇവർക്ക് അധികാരത്തിലെത്താനുള്ള സീറ്റുകൾ ലഭിക്കുക? തമിഴ്നാട്ടിൽ നിന്നും.
1% പോലും അതിനുള്ള സാധ്യതയില്ല. ഇവരുടെ സഖ്യകക്ഷിയായിട്ട് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനം ഇന്ന് DMK മാത്രമാണ്. അത് തമിഴ്നാട്. ശരിയാണ്, അവർക്ക് സ്വാധീനമുണ്ട്, അവർക്ക് വിജയ സാധ്യതയുണ്ട്, അവർ വലിയ രീതിയിലുള്ള പ്ലാനിങ്ങോടുകൂടി അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കും. കഴിഞ്ഞ വട്ടം 39 സീറ്റുകളിൽ 38 അവർ തന്നെയാണ് പിടിച്ചത്. ഇത്തവണയും അവർ ഏകദേശം ഒരു 30ഓളം സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. BJP അക്കൗണ്ട് തുറക്കും എന്നുള്ളതും എല്ലാവർക്കും അറിയാം. അവിടുത്തെ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും എല്ലാം കൂടി നോക്കുമ്പോൾ BJP വോട്ടിംഗ് ശതമാനം അടക്കം വലിയ രീതിയിൽ മുന്നോട്ട് പോകും. കേരളത്തിൽ പോലും BJP അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുള്ള തൃശ്ശൂരും അതോടൊപ്പം തിരുവനന്തപുരവും, ഇത് രണ്ടും കോൺഗ്രസിന്റെ സീറ്റുകളാണ്. അപ്പോൾ ഇത്രക്ക് വലിയ തരത്തിൽ കോൺഗ്രസ് സ്വാധീനമുള്ള സ്ഥലത്ത് തന്നെ പരാജയപ്പെടാനുള്ള ഒരു സാധ്യത നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും കാണുന്നു. മഹാരാഷ്ട്രയിൽ ആദ്യം പറഞ്ഞതുപോലെ അവിടെ ഒരു ഇന്ത്യ സഖ്യത്തിന് വലിയ വേരോട്ടം ഉണ്ടാകും എന്നുള്ള തരത്തിലേക്കുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും വിധി ഇപ്പൊ അടുത്ത ദിവസമാണ്, 5ാം ഘട്ടത്തിലാണ് മഹാരാഷ്ട്രയൊക്കെ നടക്കുന്നത്. അതോടുകൂടി നമ്മൾക്ക് കാണാം നിലവിൽ അവിടെ BJP ആണ് ഭരിക്കുന്നത്, NDA ആണ്. അപ്പോ ഷിൻഡെ വിഭാഗമാണ് ശിവസേനയുടെ ഭാഗമായിട്ട് ഒരു ഭാഗം BJPക്കൊപ്പം, ഒരു ഭാഗം ഉദ്ധവ് താക്കറെ പക്ഷമായിട്ട് കോൺഗ്രസിനൊപ്പം, ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ ശിവസേനയെ അവിടെ പിന്തുണക്കുന്നത് സ്വാഭിമാനികളായിട്ടുള്ള ഹൈന്ദവ സമൂഹം തന്നെയാണ്. അപ്പോൾ ഈ സ്വാഭിമാനികളായിട്ടുള്ള ഹൈന്ദവ സമൂഹത്തിന്, മഹാരാഷ്ട്രയിലുള്ള ഹിന്ദു സമൂഹത്തിന് എങ്ങനെയാണ് കോൺഗ്രസ് പോലെയുള്ള ഒരു ഹിന്ദു വിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന, രാമക്ഷേത്രത്തിനെതിരെ നിലപാടുകൾ എടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒപ്പം നിൽക്കുന്ന ഉദ്ധവ് താക്കറെ പക്ഷത്തെ പിന്തുണക്കാൻ സാധിക്കുക? ഒരിക്കലുമില്ല. അതൊന്നും സാധിക്കുന്നത് മറാഠി സമൂഹമെല്ലാം അതിപ്പോ ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായിട്ട് വോട്ട് ചെയ്തു. ഇപ്പൊ നാഗ്പൂർ പോലെയുള്ള സ്ഥലത്ത് നിന്ന് ഉയർന്നു വന്ന നിതിൻ ഗഡ്കരിയെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് നമ്മുടെ രാജ്യത്ത് ഡെവലപ്മെന്റിന് വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയായി ഇരിക്കുന്ന സമയത്ത് രാജ്യത്തുണ്ടായിരിക്കുന്നത് ഒരു ചരിത്രമാണ്. ആ ചരിത്രം അദ്ദേഹം കൃത്യമായിട്ട് ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തിച്ചുകൊണ്ട് തന്റെ ഫ്ലെക്സ് ബോർഡുകൾ പോലും നാഗ്പൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വേണ്ട എന്നുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു കാഴ്ചപ്പാട് കൂടി, അത്രക്ക് ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് BJP ഇന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തെ, BJPയുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ പറ്റുന്ന എന്ത് സാധ്യതയാണ്, എന്ത് സാഹചര്യമാണ് ഇന്ത്യ മഹാരാജ്യത്തുള്ളത്? കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വിധി എഴുതുകയാണ്. മോദി പതറുകയാണ്, മോദി ഇപ്പോ വർഗീയ വിദ്വേഷം തുപ്പുകയാണ്, തോൽവിയെ ഭയന്നാണ്, വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് BJPയുടെ പരാജയത്തിലേക്ക് നയിക്കുമെന്നൊക്കെ. വോട്ടിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാകും. ഇവര് പറയുന്നത് BJPക്കാണ്, അല്ലെങ്കിൽ BJPയുടെ വോട്ടുകളാണ് ഈ പോളിംഗ് കുറയുന്ന സമയത്ത് ഇല്ലാതെയാകുന്നതെന്ന്. BJPയുടെ വോട്ടുകളല്ല. അതൊരു വലിയ തെറ്റിദ്ധാരണ തന്നെയാണ്. നരേന്ദ്രമോദി അധികാരത്തിലെത്തുമെന്നുള്ള ഉറച്ച ഒരു വിശ്വാസം ഉള്ളതിന്റെ പേരിൽ കോൺഗ്രസ്സുകാർ പോലും, BJP വിരുദ്ധർ പോലും വോട്ട് ചെയ്യാൻ പോയിട്ട് കാര്യമില്ലല്ലോ. എന്തിനാണ് നമ്മൾ തന്നെ സമയം വേസ്റ്റ് ആക്കുന്നത്? എന്തായാലും BJP വിജയിക്കും, അപ്പോൾ എന്തിന്റെ പേരിൽ നമ്മൾ അവിടെ പോകണം എന്നുള്ള കാഴ്ചപ്പാടാണ്. അപ്പോ BJPയുടെ ലക്ഷ്യം കഴിഞ്ഞ വട്ടത്തെ പോലെ 303 സീറ്റുകൾ നേടി അധികാരത്തിലെത്തുക എന്നുള്ളത്, 400 സീറ്റുകൾ നേടി അധികാരത്തിലെത്തുക എന്നുള്ളതാണ്. അപ്പോ സ്വാഭാവികമായിട്ട് BJPയുടെ പ്രവർത്തകർ വോട്ട് ചെയ്യാതെ മാറി നിൽക്കുമോ? BJP 400 സീറ്റുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അവർ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യുന്നു. ഇത് നമ്മൾ ചിന്തിച്ച പോലെ. അപ്പോ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ രാജ്യം ഇനി ഒരു 3 ഘട്ടം കൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാനുണ്ട്. അപ്പോൾ ഈ 4 ഘട്ടത്തോടു കൂടി തന്നെ BJP സേഫ് സോണിലാണ്. അത് ഉറപ്പായിരിക്കണം. എന്നാൽ പോലും വരാനിരിക്കുന്ന 3 ഘട്ടങ്ങളിലെങ്കിലും തങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലയിലെങ്കിലും എന്തെങ്കിലും ഒന്ന് നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. അങ്ങനെയൊരു എന്താ പറയാ, നമ്മള് ഉറക്കത്തിൽ കാണുന്ന ഒരു സ്വപ്നം പോലെ മാത്രമുള്ള ഒരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ മല്ലികാർജുൻ ഖാർഗെ പോലെയുള്ള ഒരു വ്യക്തിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അദ്ദേഹം പറഞ്ഞത് ഒരു മലർപ്പൊടിക്കാരന്റെ ഒരു ദിവാസ്വപ്നമായിട്ട് മാത്രമേ നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.